ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. ഈ ഒരു വേനൽക്കാലത്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചുരമൊക്കെ കയറി നെല്ലിയാമ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാട് ആദ്യം കയറിയാലും നമ്മൾ ആദ്യം കാണുന്നത് ഇവന്മാരെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയും പതിവ് തെറ്റിയില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ചില്ലിക്കൊമ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് തവണ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് ആ ഒരു ആനയെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇന്ന് അതിനെ കാണാൻ പറ്റി. പോകും വഴി നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മലമ്പുഴയ്ക്ക് വേഴാമ്പലിനെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു സൗണ്ട് കേട്ടിട്ടാട്ടോ നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തി നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്നല്ല, 2 വേഴാമ്പലുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണത്തെ നെല്ലിയാമ്പതി യാത്ര ഫുൾ കാഴ്ചകൾ മാത്രമായിരുന്നു. നമ്മൾ ഈ ഒരു വേഴാമ്പലിയിൽ നിന്നാണ് തുടങ്ങിയത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പറന്നുപോയി. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. നമ്മളെന്തായാലും ഈ ഒരു ചുരത്തിൽ പലതവണ ആനയെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ ആനയെ കണ്ടു. പക്ഷേ ഇത്തവണ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ അതിൻ്റെ സൈഡിൽ കൂടെ പൊക്കോളാൻ പറഞ്ഞു. ആന യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവരുടെ ആ ഒരു വാക്കിൽ വിശ്വസിച്ച് ആ ഒരു സൈഡിൽ കൂടെ കടന്നു പോയിട്ടോ. ആനയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് പുല്ല് നിന്നുകൊണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ നെല്ലിയാമ്പതി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴ കിട്ടിയിട്ടോ നമുക്ക്. അപ്പോൾ അതുവരെ ഭയങ്കര ചൂടായിരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയത്. അത്രയും നേരം നല്ല പൊരി വെയിലായിരുന്നു. ഈ ഒരു മഴയോടുകൂടി ആ ഒരു കാലാവസ്ഥ അങ്ങോട്ട് മാറി ഭയങ്കര തണുപ്പും കോടയും ഒക്കെ ആയിട്ടോ. പിന്നെ ഫുൾ കാണാനായിട്ട് നല്ല വൈബായിരുന്നു ആ ഒരു സ്ഥലം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ചില്ലിക്കൊമ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മഴയ്ക്ക് ശേഷം ഭാഗ്യം കിട്ടി. മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് 100 അടി ജംഗ്ഷനിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ആനയെ കാണാൻ പറ്റിയത്. ഇവ നെല്ലിയാമ്പതിക്കാരുടെ ഒരു പ്രിയപ്പെട്ട ആനയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഇവൻ വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗേറ്റൊക്കെ അവർ തുറന്നിട്ടു ഇവന് കടന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവരൊന്നും വലിയ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര കൂളായിട്ടാട്ടോ കടന്നു പോയത്. ഇവൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു നെല്ലിയാമ്പതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളും ഇവിടെ വരുന്നുണ്ട്. നമ്മളും ഈ ഒരു നെല്ലിയാമ്പതിയിലേക്ക് ഒരിടയ്ക്ക് സ്ഥിരമായിട്ട് വന്നത് ഈ ഒരു ആനയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ആഗ്രഹം അങ്ങനെ നടന്നേക്കാണ്. ഇപ്പോൾ അവൻ അവിടെ പോകുന്നത്, അവിടെ ഒരു പ്ലാവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാട്ടോ അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ നേരെ നടന്നു പോയി ആ ഒരു ചക്ക പറിക്കാനാണ് ശ്രമിക്കുന്നത്. ചക്ക കൊതിയനാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനേക്കാൾ വളരെ ഉയരത്തിലായിരുന്നു ആ ഒരു പ്ലാവ് ഉണ്ടായിരുന്നത്. നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടമാണല്ലോ മെയിൻ. അങ്ങനെ നമുക്ക് തേയിലത്തോട്ടത്തിലും ചില്ലിക്കൊമ്പനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി. അവൻ പിന്നെ നേരെ തേയിലത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ആണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പല തവണ നമുക്ക് ഇവനെ കാണാൻ സാധിച്ചു കേട്ടോ. കാരണം ഇവൻ അത്രയ്ക്ക് ആക്റ്റീവാണ് ഈ ഒരു നെല്ലിയാമ്പതി ഭാഗത്ത്. അങ്ങനെ കുറച്ച് നേരം അവനെ നോക്കി നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നെല്ലിയാമ്പതിക്ക് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ മുന്നും വന്നിട്ടുണ്ട്, എന്നാലും ഇത്തവണ ഒന്നുകൂടെയും കാണാമെന്ന് കരുതി. ഇപ്പോഴാണെങ്കിൽ നെല്ലിയാമ്പതിയിലെ കാപ്പിത്തോട്ടങ്ങളൊക്കെ പൂത്ത് നല്ലൊരു വൈബായിട്ട് നിൽക്കുന്ന സമയമാണ്. നല്ല മണമുണ്ട് ഈ ഒരു കാപ്പി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേഴാമ്പലിനെ കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വേഴാമ്പലിനെ കണ്ടിരിക്കുകയാണ്. കാട് കണ്ട ഏറ്റവും മനോഹരമായ പ്രണയം വേഴാമ്പലിൻ്റേതായിരിക്കും. കാരണം മറ്റൊന്നല്ല, അവർക്ക് ലൈഫ് ലോങ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വേഴാമ്പൽ ഇരിക്കുന്നതിൻ്റെ താഴെ അതിൻ്റെ കൂടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൂടിനുള്ളിൽ ഇതിൻ്റെ ഫീമെയിൽ വേഴാമ്പലുണ്ട്. ആ കൂടിനകത്തിരിക്കുന്ന വേഴാമ്പൽ ഇനി പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് അത് പറക്കാറാവുന്ന ടൈമിലാണ് ഈ ഒരു വേഴാമ്പൽ ഇനി പുറത്ത് വരുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഒരു ആൺവേഴാമ്പൽ ഈ കൂടിനകത്തുള്ള പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയൊക്കെ ഇതുപോലെ കൂടിന് അടുത്തുകൊണ്ട് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, ഈ ഒരു ആൺവേഴാമ്പൽ അത് ശേഖരിച്ചു കൊണ്ടുവന്ന തീറ്റ അതിൻ്റെ കൊക്കിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ആ ഒരു പെൺവേഴാമ്പലിന് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ. അപ്പോൾ മറ്റേ വേഴാമ്പൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിച്ചു. ഈ ഒരു ആൺവേഴാമ്പൽ വരുന്നത് വരെ ആ ഒരു പെൺവേഴാമ്പൽ ഈ ഒരു തീറ്റയ്ക്കായിട്ട് കാത്തിരിക്കും. അല്ലാതെ അത് ഒരിക്കലും പുറത്ത് വരില്ല. ഈ ആൺവേഴാമ്പലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കൂടിനുള്ളിൽ തന്നെ ഒരു പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും ചത്തുപോകുള്ളൂ. അത്രയ്ക്ക് സ്ട്രോങ് ആട്ടോ ഇവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും ഇവരുടെ ആക്ടിവിറ്റികളൊക്കെ കാണാനും ഭയങ്കര രസമാണ്. അപ്പോൾ ആരായാലും കുറച്ച് നേരമൊക്കെ ഇവരിങ്ങനെ നോക്കിയിരുന്ന് പോകും.
പിന്നെ നമ്മുടെ ഈ ഒരു സംസ്ഥാന പക്ഷി കൂടിയാണല്ലോ വേഴാമ്പൽ. വേഴാമ്പൽ മാത്രമല്ല നമ്മുടെ ആനയും നമ്മുടെ സംസ്ഥാന മൃഗമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവരെ എത്ര കണ്ടാലും എനിക്ക് മതിയാവാറുമില്ല. അങ്ങനെ എന്തായാലും ഇത്തവണത്തെ നെല്ലിയാമ്പതി യാത്ര നല്ല അടിപൊളിയായിരുന്നു. കാരണം ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. ധാരാളം മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു. എന്നാൽ പിന്നെ ഇത്ര അടിപൊളിയായ സ്ഥിതിക്ക് നമുക്കൊരു ജീപ്പ് സഫാരി കൂടി എടുക്കാമെന്ന് കരുതി. നമ്മൾ ഇത്രയും നാൾ ഇവിടെ വന്നിട്ടും ജീപ്പ് സഫാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ഈ ഒരു കളർഫുൾ ജീപ്പിലാണ് ഇന്ന് നമ്മൾ സഫാരി പോകുന്നത്. അപ്പോൾ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്കും മാരകമായൊരു ഓഫ് റോഡ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായില്ല. അമ്മാതിരി റോഡായിരുന്നു. എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്ങൊക്കെ കാണാൻ പറ്റുമെന്ന് കരുതിയാണ് പോയത്. പക്ഷെ നമുക്ക് ഈ ഒരു സഫാരിയിൽ അത്ര സൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല അടിപൊളി 2 വ്യൂ പോയിൻറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു സഫാരിക്ക് നമുക്ക് മൊത്തം 2000 രൂപയാണ് ആയത്. പിന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഒരു സ്ഥലത്ത് നമുക്ക് 400 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നെല്ലിയാമ്പതി വീഡിയോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ അധികം സൈറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സഫാരിയുടെ വീഡിയോ വലിച്ചു നീട്ടാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.